Hi students, myself Srijit, your chemistry mentor. Today we are discussing a CUT model paper. Okay, the first question is from aldehyde ketone. The question is, in Stephen's reduction, which of the following group is converted to CHO group? You all know that CHO group is nothing but aldehyde group. Which group is converting to aldehyde group? This is Stephen's reduction, a very important named reaction in aldehydes and ketone. Okay. In the aldehydes and ketone നടക്കുന്നത് RCN എന്ന് പറയുന്ന cyanides are undergoing reduction. First of all, in the presence of SnCl2 bar HCl is the catalyst. During this reduction process, this cyanidic group is first of all converted into imine, that is RCH double bond NH. This is imine, that is a secondary amine. Clear? This imine on hydrolysis will produce RCHO, that is aldehyde. So CHO group is formed instead of which group? Cyanide group. Okay, so the answer will be option 3. Which one of the following compounds will be most readily dehydrated? നിങ്ങൾക്ക് ഇതിന് അറിയേണ്ട ആൻസർ അല്ലെങ്കിൽ ഇത് എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് ബീറ്റാ hydroxy ketones will readily undergo dehydration. ബീറ്റാ ഹൈഡ്രോക്സി കീറ്റോണുകളാണ് റെഡ്ലി എന്ത് സംഭവിക്കുക? ഡീഹൈഡ്രേഷൻ സംഭവിക്കുക. അതിന് ബീറ്റാ ഹൈഡ്രോക്സി കീറ്റോൺ ഏതാണെന്ന് അറിയണം. ഇത് C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ്. ദിസ് ഇസ് ആൽഫ. ദിസ് ഇസ് C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ്. ദിസ് ഇസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതിന്റെ ആൽഫ പൊസിഷനല്ല ദിസ്. സോ ദിസ് ഇസ് ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ. ഇതെന്തല്ല? ബീറ്റ അല്ല. ഇതോ ഇത് C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ്. ഇതും ആൽഫയാണ്. ദിസ് ഇസ് ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ. ഓക്കെ, ഇത് C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പാണ്. ഇത് ആൽഫയാണ്. ഇത് ബീറ്റയാണ്. ബീറ്റ പൊസിഷനിൽ എന്തുണ്ട്? OH ഉണ്ട്. സോ ദിസ് ഇസ് ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ. ഇതോ C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ്. ദിസ് ഇസ് ആൽഫ. ഇതും നടത്തില്ല, ഇതും നടത്തില്ല, ഇതും നടത്തില്ല. ഏറ്റവും പെട്ടെന്ന് നടത്താവുന്നത് ആർക്കാണ്? ഓപ്ഷൻ 3ക്കാണ്. ആൻസർ 3 വിൽ ബി ദ കറക്റ്റ് ആൻസർ. ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺസ് ആണ് എന്ത് റെഡിലി എന്ത് ചെയ്യുക? ഡീഹൈഡ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ 3 will be the correct answer. Clear? Next. അടുത്തത് predict the following be in the following sequence of the reaction. നിങ്ങൾക്കറിയാം CH ട്രിപ്പിൾ ബോണ്ട് CH, this is alkyne. ആൽക്കൈനിലേക്ക് ഈ റിയാക്ഷൻ that is 30% sulfuric acid and mercuric sulfate. നിങ്ങൾ യൂസ് ചെയ്ത് നടത്തുന്ന ഈ റിയാക്ഷൻ this is just hydration. You are adding H plus and OH minus. Then what happens? ഈ ഒരു ഭാഗത്തേക്ക് H പ്ലസും ഒരു ഭാഗത്തേക്ക് OH മൈനസും ആഡ് ചെയ്യാം. This is hydration. So CH2 double bond CHOH ആവും. This will become vinyl alcohol. വിനൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് നത്തിങ് ബട്ട്, വിനൈൽ എന്ന പേര് വിളിക്കാൻ കാരണം എന്താ? OH ഗ്രൂപ്പ് എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ഡയറക്ട്ലി sp2 ആണ്. ഇങ്ങനെയുള്ള ആളുകളെയാണ് വിനൈൽ എന്ന് വിളിക്കുക. ഡബിൾ ബോണ്ടുമുണ്ട്, OH ഉണ്ട്. ഡബിൾ ബോണ്ട് വരുന്നുണ്ട് ഈൻ, OH ഉള്ളത് കൊണ്ട് ഓൾ. സോ ദിസ് ഇസ് ഈനോൾ ഫോം. യു നോ ദാറ്റ് ഈനോൾ ഫോം വിൽ ടോട്ടോമറൈസ്. എന്താ ടോട്ടോമറിസം? ടോട്ടോമറിസം എന്ന് പറയുമ്പോൾ ഈനോൾ ഫോമിൽ നിന്ന് ഇവിടെ നിന്ന് ഹൈഡ്രജൻ എങ്ങോട്ട് പോകും? ദാ ഇവിടേക്ക് പോകും. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് മാറ്റി വരച്ചാൽ മതി, നിങ്ങൾക്കിതിൻ്റെ ടോട്ടോമർ കിട്ടും.
എന്താ കിട്ടുക? CH2 ആയിരുന്നിടത്ത് H വന്നു, CH3. ഇവിടെ CH, ഇവിടേക്ക് ഡബിൾ ബോണ്ട് വന്നു, C ഡബിൾ ബോണ്ടായി, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് മാറ്റി, H. ദിസ് വിൽ ബിക്കം ആൽഡിഹൈഡ്. ഏത് ആൽഡിഹൈഡ്? അസറ്റാൽഡിഹൈഡ്. ഓക്കെ. ദെൻ NaOH ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ്. NaOH എന്ന് പറയുമ്പോൾ നിങ്ങൾ ആൾഡോൾ കണ്ടൻസേഷൻ ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ആൾഡോൾ കണ്ടൻസേഷൻ ആണെന്ന് പറയാൻ കാരണം ആൽഫ കാർബണും ആൽഫ ഹൈഡ്രജനും ഉണ്ട്. സോ ദിസ് ഈസ് ആൾഡോൾ കണ്ടൻസേഷൻ. എങ്ങനെ ആൾഡോൾ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് എഴുതുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ആൽഫ ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൾഡോൾ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് എഴുതാനുള്ള മാർഗം ഇതിൻ്റെ കൂടെ അടുത്ത അസറ്റാൽഡിഹൈഡിനും കൂടി എഴുതാം. അതിൻ്റെ ആൽഫ ഹൈഡ്രജനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഈ ഡബിൾ ബോണ്ട് ഓനെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്താലോ, C ഡബിൾ ബോണ്ട് OH. കുഴപ്പമില്ലല്ലോ. ഇവിടെ CH2 C ഡബിൾ ബോണ്ട് OH അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഇതിനെ ചേർത്ത് നമുക്ക് പ്രൊഡക്റ്റ് എഴുതാം. CH3CH, ഈ ഓയും ഈ എച്ചും ചേർക്കുക, അപ്പോൾ OH. CH2 C ഡബിൾ ബോണ്ട് OH. ദിസ് വിൽ ബി ദ പ്രൊഡക്റ്റ് ഫോംഡ്. ഓക്കെ. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ നോക്കി ഓപ്ഷനിൽ. യെസ്, ഓപ്ഷൻ 4 ഇസ് എ ആൾഡോൾ. കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ ഹീറ്റ് കൊടുക്കണം. ഇവിടെ ഹീറ്റിൻ്റെ കാര്യം പറയാത്തത് കൊണ്ട് ആൾഡോൾ കണ്ടൻസേഷൻ നടന്ന OHഉം ഇതിലെ ബീറ്റാ പൊസിഷനിലുള്ള ഹൈഡ്രജനും കൂടി ചേർന്ന് എലിമിനേഷൻ നടന്ന് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് രൂപപ്പെടും. ഓക്കെ. പക്ഷേ ഇവിടെ ആൾഡോൾ ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതാ? 4. ക്ലിയർ? ഓക്കെ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. C6H5CHO CH3CHO അല്ലേ? ഈ റിയാക്ഷൻ നിങ്ങൾ നോക്കുക. ഒന്നിൽ ആൽഫ ഹൈഡ്രജൻ ഉള്ള ആളാണ്, ഒന്നിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല, നോ ആൽഫ ഹൈഡ്രജൻ അല്ലേ? ഒന്ന് ബെൻസാൽഡിഹൈഡ് അല്ലേ? ബെൻസാൽഡിഹൈഡിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? നോക്കുക. ഇവിടെ ഈ CHO അറ്റാച്ച് ചെയ്ത കാർബൺ sp3 ആണോ? അല്ല, sp2 ആണ്. അപ്പോൾ ദർ ഇസ് നോ ആൽഫ ഹൈഡ്രജൻ. ഒന്നിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇങ്ങനെ NaOH വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ചൂടുകൂടി ആക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ചൂടും കൂടി കൊടുക്കണം ഇവിടെ, ട്രയാങ്കിള്. ഓക്കെ. അപ്പോൾ അത് എന്തുണ്ടാക്കുമെന്ന് ചോദിച്ചാൽ C6H5CH ആദ്യത്തെ കേസിൽ ആൾഡോൾ ഉണ്ടാക്കും. ഈ ആൾഡോളിന് കണ്ടൻസേഷൻ നടന്നുണ്ടായ പ്രൊഡക്റ്റാണ് ഇത് ആൾഡോൾ കണ്ടൻസേഷൻ ആണ്. ആൽഫ ഹൈഡ്രജൻ ഉള്ള ആളുകൾ തന്നെ പരസ്പരം റിയാക്ട് ചെയ്യുകയാണെങ്കിൽ സിമ്പിളാണ്. പക്ഷേ ഇത് ക്രോസ്ഡ് ആൾഡോൾ ആണ്. കാരണം ഒന്നിൽ എന്താണ് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഒന്നിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ക്രോസ്ഡ് ആൾഡോൾ കണ്ടൻസേഷൻ. ഓപ്ഷൻ 4. ഇനി അടുത്തത് ദ റിയേജന്റ് യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ഓഫ് അസറ്റാൽഡിഹൈഡ് ആൻഡ് അസറ്റോഫിനോൺ. അസറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CH3 C ഡബിൾ ബോണ്ട് OH ആണ് അല്ലേ? ഇനി അസറ്റോഫിനോൺ എന്ന് പറയുമ്പോൾ നോക്കുക, ബെൻസീൻ റിംഗ് ഉണ്ട്, C ഡബിൾ ബോണ്ടും ഉണ്ട്, ഇവിടെ CH3 ഉണ്ട് അല്ലേ? സോഡിയം ബൈസൾഫേറ്റിൻ്റെ അഡീഷൻ പറയുന്നുണ്ട്, പക്ഷേ അത് നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ആർക്ക്? അസറ്റോഫിനോണിന്. കാരണം എന്താ വെച്ചാൽ ഇതിലെ കാർബണിൽ കാർബൺ എന്ന് പറയുന്ന ആളുടെ ഡെൽറ്റ പ്ലസ് ചാർജ് CH3 ഗ്രൂപ്പ് ഇല്ലാതാക്കിയിട്ടുണ്ട്, +I എഫക്റ്റ്. പിന്നെ ഇവിടെ എന്തുണ്ട്? റെസണൻസും ഉണ്ട്. അപ്പോൾ ഈ പ്ലസ് ചാർജിൻ്റെ എഫക്റ്റ് ഇല്ലാതാവും. ന്യൂക്ലിയോഫൈൽ വന്ന് ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ന്യൂക്ലിയോഫൈൽ മീൻസ് എ പോസിറ്റീവ് ലവിങ്. ഇവിടുത്തെ പോസിറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ അറ്റാക്ക് കൂടും. പക്ഷേ ഇവിടെ CH3 ഗ്രൂപ്പ് +I കാണിക്കുന്നുണ്ട്, പോരാത്തതിന് റെസണൻസ് കൂടിയുണ്ട്. അതുകൊണ്ട് ഈ കാർബണിൻ്റെ പോസിറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് അത്ര പെട്ടെന്ന് നടക്കില്ല. അതുകൊണ്ട് തന്നെ സോഡിയം ബൈസൾഫേറ്റിൻ്റെ അഡീഷൻ നടക്കാനുള്ള ചാൻസ് കുറവാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് നടക്കില്ല. ഇനി ഇത് ഫിനൈൽ ഹൈഡ്രസിനാണ്. ഫിനൈൽ ഹൈഡ്രസിൻ്റെ അഡീഷൻ നടക്കുമ്പോൾ ഫിനൈൽ ഹൈഡ്രസോൺ ഉണ്ടാക്കും രണ്ടുപേരും. ഹൈഡ്രോക്സിൽ അമീൻ്റെ അഡീഷൻ നടക്കുമ്പോൾ ഓക്സൈം ഉണ്ടാക്കും രണ്ടുപേരും. NaOH I2 അത്
അയഡോഫോം ടെസ്റ്റിൻ്റെ റിയേജൻറ്റുകളാണ് മീഥൈൽ കീറ്റോണുകളാണ്. അതിന് ആൻസർ ചെയ്യുക മീഥൈൽ കീറ്റോൺസ്. എന്താണ് മീഥൈൽ കീറ്റോൺസ്? CH3 C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിനെയാണ് നമ്മൾ മീഥൈൽ കീറ്റോൺസ് എന്ന് വിളിക്കുക. നോക്ക്, ഇവിടെ ആ ഗ്രൂപ്പ് ഉണ്ടോ നോക്ക്, CH3CO ഗ്രൂപ്പ് ഇവിടെ ഉണ്ടല്ലേ. ഇനി ഇവിടെ ഉണ്ടോ? ഇവിടെയുണ്ട് CH3CO. അപ്പോൾ ഇവർക്കൊക്കെ അയഡോഫോം ടെസ്റ്റും കാണിക്കാൻ പറ്റും. കാണിക്കാൻ പറ്റാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ സോഡിയം ബൈസൾഫേറ്റിൻ്റെ അഡീഷനാണ് ഓപ്ഷൻ 1. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അസറ്റോഫിനോണിലെ കാർബണിൻ്റെ ഡെൽറ്റ പ്ലസിൻ്റെ ഇൻറ്റൻസിറ്റി നന്നായി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. ഓർത്തു വയ്ക്കാം. അടുത്തത് ഇത് ഓസോൺ സിങ്ക് H2O ഓസണോളിസിസ് ആണ്. B1 ബിയിലേക്ക് NaOH ഹീറ്റിംഗ് കൂടി നടത്തിയിരിക്കുന്നു. അപ്പോൾ ആൾഡോൾ കണ്ടൻസേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു കീറ്റോണാണ് കിട്ടിയിരിക്കുന്നത്. സൈക്ലിക്കായ കീറ്റോണാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർക്കാം, സൈക്ലിക് കീറ്റോൺ എപ്പോഴും ആൾഡോൾ കണ്ടൻസേഷനിൽ കിട്ടുക ഇൻട്രാമോളിക്കുലാർ ആൾഡോൾ കണ്ടൻസേഷൻ നടക്കുമ്പോൾ. എങ്ങനെ? ഇൻട്രാമോളിക്കുലാർ ആൾഡോൾ കണ്ടൻസേഷൻ നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? സൈക്ലിക് ആയിട്ടുള്ള കീറ്റോണുകൾ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ ടൈപ്പ് ഉണ്ട്. എല്ലാത്തിലും 6 മെമ്പേർഡ് റിങ്ങുകളാണുള്ളത്. നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ സ്ട്രക്ചർ തന്നെയാണ് ഞാൻ പക്ഷേ ഇങ്ങനെ വരയ്ക്കുന്നു. സെയിം അല്ലേ? അപ്പോൾ ഇതിൽ ഓസോൺ ഞാൻ ആഡ് ചെയ്യുന്നു. ഓസോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒസണൈഡ് ഫോം ചെയ്യും. എങ്ങനെ ഫോം ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡബിൾ ബോണ്ട് ഇല്ലേ, ആ ഭാഗത്ത് നമ്മൾ എന്ത് കൊടുക്കുക? മുകളിലോട്ടൊരു O, താഴത്തോട്ടൊരു O അല്ലേ? ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് അടുത്തത് ഇങ്ങനെ വരും അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ സിങ്ക് ബാർ വാട്ടർ പാസ് ചെയ്യും. സിങ്ക് ബാർ വാട്ടർ റിഡക്ഷൻ നടത്താൻ വേണ്ടി പാസ് ചെയ്യുകയാണ്. ഇതിൽ നിന്ന് ഒരു ഓക്സിജനും കൊണ്ട് അത് പോവും, സിങ്ക് ഓക്സൈഡ് ആവും അല്ലേ? അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ സിങ്ക് ഓക്സൈഡിനെ കളയാൻ നമുക്ക് ഇങ്ങനെ കളയാം, സിങ്ക് ഓക്സൈഡ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ടോ ആയി അല്ലേ? ഇത് ഡബിൾ ബോണ്ടോ. ഇതും ഡബിൾ ബോണ്ടോ അല്ലേ? ഇനി ഇത് NaOH ഡെൽറ്റ. NaOH ഡെൽറ്റ ചെയ്യുമ്പോൾ ആൾഡോൾ കണ്ടൻസേഷനാണ് നടക്കുന്നത്. യു നോ ദാറ്റ് ഇൻട്രാമോളിക്കുലാർ ആൾഡോൾ കണ്ടൻസേഷൻ നടക്കും. ഇൻട്രാമോളിക്കുലാർ ആൾഡോൾ കണ്ടൻസേഷൻ നടക്കുമ്പോൾ ഇവിടുന്ന് ഡബിൾ ബോണ്ടോയും ഇവിടുന്ന് എച്ചും പോവും. പകരം ഇവിടേക്ക് ബോണ്ടിങ് വരും. ഇങ്ങനെ ബോണ്ടിങ് നടന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇവിടുന്ന് എച്ചും ഇവിടുന്ന് ഓയും പോയി എലിമിനേഷൻ നടക്കും. അങ്ങനെ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച് 5 മെമ്പേർഡ് റിങ് ഉണ്ടായി. റിങ് ഇതിൽ നിന്ന് മാറ്റി വരച്ചു നോക്കാം. ഈ 5 മെമ്പേർഡ് റിങ്ങിനെ ഇക്വലൻ്റ് ആയ സ്ട്രക്ചർ. റിങ് ഹാവിങ് റിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ CH3 ഡബിൾ ബോണ്ട് അല്ലേ? നമുക്ക് C ഡബിൾ ബോണ്ടോ CH3 അല്ലേ? അപ്പോൾ ഇത് തന്നെയല്ലേ ഉണ്ടായത്. അതിൽ ഒരു കാര്യമുണ്ട്, നമ്മൾ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? കാരണം എന്താ? ഇവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബോണ്ട് ബാലൻസ് ക്ലിയർ ചെയ്യാൻ വരണം. അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്, അത് ഓർക്കണം. അങ്ങനെയാണെങ്കിൽ റിങ്ങിൽ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാവും അല്ലേ? ക്ലിയർ? അപ്പോൾ ഉത്തരം ഏതാണ്? അങ്ങനെ ഓപ്ഷൻ വരുന്ന 2 ആണ്. 2 വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CH3 C ഡബിൾ ബോണ്ടോ CH2 C ഡബിൾ ബോണ്ടോ CH3 ആണ് റിയാക്ഷൻ. HCN വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ
നിങ്ങൾ ആലോചിച്ച് നോക്ക്, സി ഡബിൾ ബോണ്ടോ, ദിസ് ഇസ് കീറ്റോ ഗ്രൂപ്പ് അല്ലേ, ഇതിലേക്ക് ഹൈഡ്രജൻ സയനൈഡ് ആഡ് ചെയ്തു അല്ലേ, എന്തായിരിക്കും പ്രൊഡക്റ്റ് കിട്ടുക? നിങ്ങൾക്കറിയാം ഇത് ഡെൽറ്റ പ്ലസ് ആണ്, ഇത് ഡെൽറ്റ നെഗറ്റീവ് ആണ്. എന്താ വരാ? ഇത് സി, ഇത് ഒ, അവിടെ എച്ച് വരും, ഇവിടെ സൈനൻ വരും, സൈനൈഡ് വരും അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? സയാനോ ഹൈഡ്രിൻ. എന്താ വിളിക്കുക? സയാനോ ഹൈഡ്രിൻ. ഓക്കെ, ക്ലിയർ. ഇനി എന്താ ഇവിടെ ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. HCl പാസ് ചെയ്ത് കഴിഞ്ഞാൽ CH3C, ഇവിടെ OH, ഇവിടെ CN, ഇനി CH2, ഇത് C, ഇത് OH, ഇത് CN, ഇത് CH3. ഇതിന് നിങ്ങൾ ഹൈഡ്രോളിസിസ് ചെയ്യുന്നു. സൈനൈഡ് ഗ്രൂപ്പിനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ അത് കാർബോക്സിലിക് ആസിഡ് ആകുമെന്ന് അറിയോ? അതായത് ഇവിടെ COOH വരും, ഈ പാർട്ട് സൈനൈഡ് പാർട്ട് മാറി എന്താകും? COOH പാർട്ടാകും കേട്ടോ. അപ്പോൾ CH3C, ഇവിടെ OH, ഇവിടെ COOH, ഇവിടെ CH2, ഇവിടെ C, ഇവിടെ OH, ഇവിടെ COOH, ഇവിടെ CH3 അല്ലേ. ഇതുണ്ടാവാം. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ നേരെ തിരിഞ്ഞിട്ടുള്ള സാധനങ്ങളും ഉണ്ടാവാം. CH3C, ഇവിടെ OH, ഇവിടെ COOH. കാരണം ആദ്യത്തെ സൈനൈഡ് ഗ്രൂപ്പിൻ്റെ അഡീഷൻ നേരെ തിരിച്ചും നടന്നൂടെ. CH2, കാരണം ഇത് പ്ലനാർ അല്ലേ, ഏത് സൈഡിലൂടെ വേണമെങ്കിലും എന്ത് ചെയ്യാം? അറ്റാക്ക് ചെയ്യാം അല്ലേ. അതുകൊണ്ട് ഇവിടെ COH, ഇവിടെ OH, ഇവിടെ CH3 ഉണ്ടാവാം അല്ലേ. ഇതും കൈറാലാണ്, ഇതും കൈറാലാണ്. ഇതിൽ തന്നെ ഡെക്സ്ട്രോയും വരാം, ലീവോയും വരാം അല്ലേ. അപ്പോൾ ഇവിടെ റെസിമൈസേഷനും നടക്കാം. ഓക്കെ, ഇത് മീസോ കോമ്പൗണ്ടാ. എന്താ മീസോ കോമ്പൗണ്ട്? ഇത് സ്റ്റാർ ഇടുന്നു, കാരണം കൈറാലാണ്. 4 ഗ്രൂപ്പുകളും എന്താണ്? ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് എന്താ ഇവിടെ ഒരു പ്ലെയിൻ ഓഫ് സിമ്മട്രി ഉടലെടുക്കില്ലേ? നോക്കുക നിങ്ങൾ, മുകളിലോട്ടുള്ള ഗ്രൂപ്പും താഴോട്ടുള്ള ഗ്രൂപ്പും ഒരേപോലത്തെ ആളുകളല്ലേ. അപ്പോൾ മുകളിലെ ആളുകൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ താഴെയുള്ള ആളുകൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. അപ്പം നെറ്റ് റൊട്ടേഷനോ 0 ആവും. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരെന്താ? മീസോ കോമ്പൗണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? മീസോ കോമ്പൗണ്ട് ഉണ്ട്. ഓക്കെ, ഡെക്സ്ട്രോയും ലീവോയും ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കുക, പ്രൊഡക്റ്റ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്, ശരിയാണ്. ഇനാക്റ്റീവ് ശരിയാണ്, കാരണം റെസിമിക് മിക്സ്ചറിന് റൊട്ടേഷൻ ഇല്ല. ഡെക്സ്ട്രോയും ലീവോയും ഈക്വൽ ആയിട്ടുണ്ട്. ദ പ്രൊഡക്റ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് 2 കൈറാൽ, 2 കൈറാൽ ഉണ്ട്, ആൻഡ് 1 അക്കൈറാൽ സ്റ്റീരിയോഐസോമർ. ഇതിൽ അക്കൈറാലാന്ന് പറയാം. ഓക്കെ, ദ പ്രൊഡക്റ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് 3 സ്റ്റീരിയോഐസോമർ. 3 വരുന്നില്ലേ. ഇനി എന്താ? ദ പ്രൊഡക്റ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് 2 കോമ്പൗണ്ട്സ്. 2 അല്ല 3 ആണ്. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് ചോദിച്ചുകൊണ്ട് ഓപ്ഷൻ 1. അടുത്തത്, ദ റിയേജന്റ് വിച്ച് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ബോത്ത് അസറ്റോൺ ആൻഡ് ബെൻസാൾഡിഹൈഡ്. അസറ്റോൺ ആയിട്ടും റിയാക്ട് ചെയ്യരുത്, ബെൻസാൾഡിഹൈഡ് ആയിട്ടും റിയാക്ട് ചെയ്യരുത് അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബെൻസാൾഡിഹൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ഒക്കെ ആണെങ്കിലും ദിസ് ഇസ് അരോമാറ്റിക് ആൽഡിഹൈഡ്, ദിസ് ഇസ് കീറ്റോൺ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ഫെലിങ്സ് ടെസ്റ്റും ടൊളൻസ് ടെസ്റ്റും. അതിൽ ടൊളൻസ് ടെസ്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ബോത്ത് അലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് ആൽഡിഹൈഡ് റിയാക്ട് എഗെയിൻസ്റ്റ് ടൊളൻസ് ടെസ്റ്റ്. കീറ്റോണുകൾ റിയാക്ട് ചെയ്യില്ല. അപ്പൊ എന്താ? അലിഫാറ്റിക് ആയിക്കോട്ടെ അരോമാറ്റിക് ആയിക്കോട്ടെ, ആൽഡിഹൈഡ് ആണോ, ആ ആൽഡിഹൈഡിനെ കീറ്റോണിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ടൊളൻസ് ടെസ്റ്റ് യൂസ് ചെയ്യാം അല്ലേ. പക്ഷേ ഫെലിങ്സ് ടെസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഫെലിങ്സ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ, ഫിലിങ്സ് സൊല്യൂഷൻ എയും ഫിലിങ്സ് സൊല്യൂഷൻ ബിയും ഉണ്ട്. ഫിലിങ്സ് സൊല്യൂഷൻ എ എന്ന് പറയുമ്പോൾ എന്താ? കോപ്പർ സൾഫേറ്റ് ആണ് അല്ലേ, സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഫിലിങ്സ് ടെസ്റ്റ് വെച്ച് നമ്മൾ നടത്തുവാണെങ്കിൽ എന്താ? ഫിലിങ്സ് ടെസ്റ്റ് ആൻസർ ചെയ്യുന്നത് ഒരാൾ മാത്രമാണെന്ത്? അലിഫാറ്റിക് ആൽഡിഹൈഡ്. ആര് മാത്രമേ ആൻസർ ചെയ്യൂ? അലിഫാറ്റിക് ആൽഡിഹൈഡ്. അരോമാറ്റിക് ആൽഡിഹൈഡ് അതിനെന്ത് ചെയ്യില്ല? ആൻസർ ചെയ്യില്ല. അപ്പൊ എൻ്റെ മക്കൾ നോക്കുക, ഇതിൽ ബെൻസാൾഡിഹൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അരോമാറ്റിക് ആൽഡിഹൈഡ് അല്ലേ, ആൻസർ ചെയ്യോ? ഇല്ല. ഇനി CH3CO ഡബിൾ ബോണ്ട് CH3, ദാറ്റ് ഈസ് കീറ്റോൺ. കീറ്റോൺ ആൻസർ ചെയ്യോ? ഇല്ല.
ഈ രണ്ടുപേരും ആൻസർ ചെയ്യില്ല. ആര് മാത്രമേ ആൻസർ ചെയ്യൂ? അലിഫാറ്റിക്. അസറ്റോൺ എന്ന് പറയുന്നത് കീറ്റോണും ബെൻസാൾഡിഹൈഡ് അരോമാറ്റിക് ആൽഡിഹൈഡും ആയതുകൊണ്ട് ഫെലിംഗ് സൊല്യൂഷൻ വെച്ചാൽ ആൻസർ ചെയ്യില്ല. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അടുത്ത റിയാക്ഷൻ കണ്ടോ? ബെൻസാൾഡിഹൈഡിനെ 50% KOH വെച്ച് ട്രീറ്റ് ചെയ്തിരിക്കുന്നു. ഈ റിയാക്ഷന്റെ സ്റ്റൈല് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ബെൻസാൾഡിഹൈഡ് ആണ്. ദർ ഇസ് നോ ആൽഫ ഹൈഡ്രജൻ ഇല്ല, 50% KOH. റിയാക്ഷൻ കാണുമ്പോൾ തന്നെ പറയണം റിയാക്ഷൻ ഏതാ? കാനിസാറോ റിയാക്ഷൻ ആണ്. കാനിസാറോ റിയാക്ഷൻ ഒരു വെൽ നോൺ റിയാക്ഷൻ ആണ്. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. എന്താ ഡിസ്പ്രപ്പോർഷനേഷൻ? ഓക്സിഡേഷനും ഉണ്ട്, റിഡക്ഷനും ഉണ്ട്. CHO ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൽഡിഹൈഡ് ഗ്രൂപ്പിന് ഓക്സിഡേഷൻ നടന്ന് കാർബോക്സിലിക് ആസിഡിന്റെ സാൾട്ട് ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ്. കാരണം റിയാക്ഷന്റെ മീഡിയം ബേസിക് ആയതുകൊണ്ടാണ് സാൾട്ട് ഫോർമേഷൻ. CHOന് ഓക്സിഡേഷൻ നടന്നാൽ എന്തായിട്ട് മാറും? COO ആയി മാറും. COOH ആണ്. അത് സാൾട്ട് ഫോർമേഷൻ നടക്കുമ്പോൾ COOK ആവും അല്ലേ. അപ്പോൾ COOK ആകും അല്ലേ. ഇത് COOK ആകാം. പിന്നെ അതേപോലെ ആൽഡിഹൈഡിന് റിഡക്ഷൻ നടന്ന അത് CH2OH എന്ന് പറയുന്ന ആൽക്കഹോളും ആവാം. ഇത് ഏത് പൊസിഷനാ? മെറ്റാ പൊസിഷൻ. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട് അല്ലേ. ഓപ്ഷൻ 3. ക്ലിയർ? Now we are moving to next topic, that is next question. Benzene carbon monoxide HCl, a well known reaction. Anhydrous AlCl3 ഉപയോഗിക്കുന്നു. NCERT പറഞ്ഞ ഈ റിയാക്ഷൻ നിങ്ങൾ മറക്കില്ല. ഗെറ്റർമാൻ കോഷ് റിയാക്ഷൻ. ഗെറ്റർമാൻ കോഷ് റിയാക്ഷൻ യൂസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ബെൻസാൾഡിഹൈഡ്. ബെൻസാൾഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ. ഓക്കെ, അടുത്തത് KCN വെച്ച് ആഡ് ചെയ്തു. പിന്നെ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് എന്താണെന്നാ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. CH2OH ഗ്ലിസറാൾഡിഹൈഡ് ആണ്. അതിലേക്ക് KCN ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ KO, ഇവിടെ സൈനൈഡ് ആഡ് ആവും. പിന്നെ ഹൈഡ്രോളിസിസ് ചെയ്യും. അപ്പോൾ എന്താ ഉണ്ടാവുക? HCOH സൈനൈഡ് ആഡ് ആവും അല്ലേ. ഈ എച്ചിന് പകരം എന്താവും? സൈനൈഡ് ആഡ് ആവും. സൈനൈഡ്. പിന്നെ ഇത് H, ഇത് C, ഇത് OH, H, പിന്നെ CH2OH. ഇതിന് ഹൈഡ്രോളിസിസ് നടന്ന COOH ആവും. ഓക്കെ, ഈ കിട്ടിയ സാധനം എന്താണെന്നാ ചോദിച്ചത്. ഈ കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതിനൊരു ഡയാസ്റ്റീരിയോമർ എന്ന് പറയാം. ഇതിന് 2 പ്രൊഡക്റ്റുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയ നോൺ മിറർ ഇമേജുകളാവാം. അങ്ങനെ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയ ആളുകളായിരിക്കാം. അപ്പോൾ ഡയാസ്റ്റീരിയോമർ എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ കിട്ടിയ ഇയാൾക്ക് COH ഇവിടെയും ഫോം ചെയ്യാം, ഇനി അപ്പുറത്തും ഫോം ചെയ്യാം. അങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൾ നോൺ ഐഡന്റിക്കൽ ആയ നോൺ മിറർ ഇമേജുകളായിരിക്കും. അതുകൊണ്ട് നമുക്കതിനെ ഡയാസ്റ്റീരിയോമർ എന്ന് വിളിക്കാം കേട്ടോ. ഓക്കെ, ദ IUPAC നെയിം ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട് ഈസ്. നോക്കുക, IUPAC നെയിം കൊടുക്കുമ്പോൾ കാർബോക്സിലിക് ആസിഡ് വന്നുകൊണ്ട് അതിനാണ് പ്രയോറിറ്റി. 1, 2 ആണ് അല്ലേ. രണ്ടാമത്തേൽ ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് പേരിടുമ്പോൾ 2-ഫിനൈൽ എത്തനോയിക് ആസിഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഓപ്ഷൻ 3. അടുത്തത് ദ കോമ്പൗണ്ട് വിച്ച് ഫോംസ് ദ സ്ട്രോങ്സ്റ്റ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ സ്ട്രെങ്ത് കൂടണമെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടണം. അപ്പോൾ 2 ചാൻസുകളാണ്, ആൽക്കഹോള്, ഫിനോള്, പിന്നെ എത്തനോയിക് ആസിഡ് അഥവാ അസറ്റിക് ആസിഡ്. ഇതിൽ ആൽക്കഹോളിനേക്കാളും ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ സ്ട്രെങ്ത് ഉണ്ടാവുക അസറ്റിക് ആസിഡിനാണ്. വൈ? എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർ പോളറൈസേഷൻ, മോർ സ്ട്രെങ്ത് ഫോർ ബോണ്ടിങ്. അസറ്റിക് ആസിഡിന്റെ ബോണ്ടിങ്ങിനായിരിക്കും കൂടുതൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ സ്ട്രെങ്ത് ഉണ്ടാവുക. കാരണം ഈ ഗ്രൂപ്പ് C++ ഗ്രൂപ്പ് ഈസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, പിടിച്ചു വലിക്കുന്ന ഗ്രൂപ്പാണ്. അങ്ങനെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ ഈ ഓക്സിജന്റെ കയ്യിൽ നിന്ന് കൂടി ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കുന്നു. ദിസ് ഓക്സിജൻ വിൽ പുൾ ദ ഇലക്ട്രോൺ ഓഫ് ഹൈഡ്രജൻ. Therefore the charge intensity of hydrogen will increase. That makes more strong hydrogen bonding.
അല്ലേ? അസറ്റിക് ആസിഡിന്റെ ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും, കാർബോക്സിലിക് ആസിഡിന്റെ ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഹൈഡ്രജൻ ബോണ്ടിങ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി എക്സ്പെക്ടഡ് ടു ബി ദ മോസ്റ്റ് ഹൈലി അയണൈസ്ഡ് ഇൻ വാട്ടർ? ഈ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിലിട്ടാൽ അയണൈസ് ചെയ്യുന്നത്? നമ്മൾ നോക്കുവാണെങ്കിൽ CH3, CH2, C, ഇവിടെ CL, ഇവിടെ CL, ഇത് COOH. നിങ്ങൾ നോക്കുക, ഇത് ക്ലോറിൻ അല്ലേടാ. ഈ ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ലേടാ, പിടിച്ചുവലി കൂടില്ലേടാ. അങ്ങനെ പിടിച്ചുവലി കൂടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഇവൻ്റെ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി നന്നായി കുറയില്ലേ അല്ലെ? ഇവൻ ആരാണ് അസിഡിക് നാച്ചർ ഏറ്റവും കൂടുതൽ കാണിക്കുക? നെഗറ്റീവ് ചാർജ് ഇവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ CH3, CH2, C, Cl, Cl, COO മൈനസ് അല്ലേടാ. അത് ഈ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി ആർക്കാണോ കുറയ്ക്കാൻ പറ്റുക നന്നായിട്ട്, അവനായിരിക്കും കൂടുതൽ എന്ത് കാണിക്കുക? അസിഡിക് ബിഹേവിയർ. ഈ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി നന്നായി കുറയ്ക്കാൻ പറ്റുക ക്ലോറിൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പാ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അത് അടുത്ത് വരുമ്പോഴാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അടുത്ത് വന്നാൽ നന്നായി പിടിച്ചു വലിക്കും, നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി നന്നായി കുറയ്ക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യും. അപ്പോൾ ഹൈലി അയണൈസ് ചെയ്യാൻ, അസിഡിക് ക്യാരക്ടർ നന്നായി കൂട്ടാൻ, ഹൈലി അയണൈസ് ചെയ്യാൻ, അസിഡിക് ക്യാരക്ടർ കൂടാൻ എന്ത് വേണം? ഇൻ ഓർഡർ ടു ഇൻക്രീസ് അസിഡിക് ക്യാരക്ടർ ആൻഡ് ഇൻക്രീസ് ദ അയണൈസേഷൻ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കൂടണം. അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കൂടണം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കാണിക്കുന്നത് -I എഫക്റ്റാണ്. -I എഫക്റ്റ് ഇൻഡക്റ്റീവ് എഫക്റ്റാണ്. ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഏറ്റവും അടുത്ത് വന്നാൽ നന്നായി പിടിച്ചു വലിക്കാൻ പറ്റും. ഓപ്ഷൻ 4 വിൽ ബി ദ കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളവർ ക്ലോറിൻ ഉണ്ടെങ്കിലും ദൂരം കൂടുതലാണ്. പിന്നെ ക്ലോറിൻ്റെ എണ്ണം ഇവിടെ ഒരു പോയിന്റാണ്. ഇവിടെ ക്ലോറിൻ ഉണ്ടെങ്കിലും ദൂരം കൂടുതലാണ്. ഇതിലാണ് ഏറ്റവും അടുത്ത് കിടക്കുന്നത്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ട്രോങ്ങസ്റ്റ് ആസിഡ് എമംഗ് ദ ഫോളോയിങ് ഇസ്? നിങ്ങൾ ഓർത്ത് വെക്കുക, ഓർത്തോ പൊസിഷനിൽ ഏത് ഗ്രൂപ്പ് വന്നാലും, ഓർത്തോ പൊസിഷനിൽ ഏത് ഗ്രൂപ്പ് വന്നാലും അവരുടെ അസിഡിക് ക്യാരക്ടർ നോർമലായ ബെൻസോയിക് ആസിഡിനേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ ഓർത്തോ പൊസിഷനിൽ NO2 ഗ്രൂപ്പ് വന്നു. ഓർത്തോ പൊസിഷനിൽ ഏത് എഫക്റ്റ് വന്നാലും, ഓർത്തോ പൊസിഷനിൽ ഏത് ഗ്രൂപ്പ് വന്നാലും എന്തായിരിക്കും? ബെൻസോയിക് ആസിഡിനേക്കാളും എന്ത് കൂടുതലായിരിക്കും? അസിഡിക് ബിഹേവിയർ കൂടും. ഇറ്റ് ഈസ് നോൺ ആസ് ഓർത്തോ എഫക്റ്റ്. കൃത്യമായ റീസൺ നമുക്ക് ഇപ്പോഴും അറിയില്ല ഓർത്തോ എഫക്റ്റ് എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന്. പക്ഷെ ഇത്ര മാത്രം ഓർത്തു വെക്കുക, കാർബോക്സിലിക് ആസിഡിന്റെ ഓർത്തോ പൊസിഷനിലെ ഏത് ഗ്രൂപ്പ് വന്നാലും, if whether it is electron withdrawing or electron donating, you should know that the acidic behavior will increase. Okay, then ഇത് മെറ്റ, ഇത് പാര, ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ഓർത്ത് വയ്ക്കുക. സോ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് എമംഗ് ദ ഫോളോയിങ് ഈസ് ഓർത്തോ നൈട്രോ. ഇനി മറ്റൊരു കാരണം കൂടി വേണമെങ്കിൽ പറയാം. NO2 ഗ്രൂപ്പ് ഷോസ് -R ആൻഡ് -I. സ്ട്രോങ്ലി ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്, നന്നായി പിടിച്ചു വലിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ്, നെഗറ്റീവ് ചാർജിന്റെ ഇന്റൻസിറ്റി നന്നായി കുറയ്ക്കും. അങ്ങനെ നന്നായി കുറച്ചു കഴിഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ കൂടും. സോ ദ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ഈസ് നൺ അതർ ദാൻ ഓപ്ഷൻ 2. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, the major product of nitration of benzoic acid is? നിങ്ങൾക്കറിയാം ബെൻസോയിക് ആസിഡ് COOH ഈ ഗ്രൂപ്പിൽ നൈട്രേഷൻ നടത്തുന്നു. HNO3യും H2SO4ഉം വെച്ചിട്ടാണ് നിങ്ങൾ നൈട്രേഷൻ നടത്തുന്നത്. NO2+ എന്ന് പറയുന്ന ആര് വരും? ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈലിന് വേണ്ടത് ഇലക്ട്രോൺ റിച്ച് ആയ പ്ലേസ് ആണ്. പക്ഷേ COOH ഗ്രൂപ്പ് ഈസ് electron withdrawing in nature and ring deactivator. ഇതിന്റെ ഓർത്തോയിലും പാരയിലും പ്ലസ് ചാർജ് ആണ് കിടക്കുന്നത്. NO2+ ഒരിക്കലും പ്ലസിന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല. ഓർത്തോയിലും പാരയിലും കയറുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാവും. കാരണം അവിടേക്ക് എന്ത് ചാർജുകളാണ് ഉള്ളത്? പ്ലസ് ചാർജ്. വൈ ഇറ്റ് ബിക്കം പ്ലസ് ചാർജ്? COOH ഗ്രൂപ്പ് ഈസ് ആൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ലേ? സോ NO2+ വിൽ അറ്റാക്ക് ഓൺ മെറ്റാ പൊസിഷൻ. ക്ലിയർ? അപ്പോൾ ഏത് പൊസിഷനിലേക്ക് അവർ അറ്റാക്ക് ചെയ്യുക? മെറ്റാ പൊസിഷനിലേക്ക്. സോ ഇറ്റ് ഈസ് മെറ്റാ നൈട്രോ ബെൻസോയിക് ആസിഡ്. ഓപ്ഷൻ 3 നൈട്രോ ബെൻസോയിക് ആസിഡ്. ഓപ്ഷൻ 1 will be the correct answer. Okay, moving on to next question. Reduction of nitrobenzene with lithium aluminum hydride.
അരോമാറ്റിക് ആയ ബെൻസീനുകൾ ഒഴികെ നൈട്രോ ആൽക്കേനുകൾ റിഡക്ഷൻ നടത്തിയാൽ RNO2 നിങ്ങൾ റിഡക്ഷൻ നടത്തുന്നത് ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റിലാണെങ്കിൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് RNH2. ബട്ട് ഇഫ് യു ആർ യൂസിങ് nitrobenzene, then lithium aluminum hydrate will produce azo compound. What do you mean by azo? N double bond N, ഇവിടെയും ഒരു benzene ring. Okay, so the azo benzene will be the correct answer. Option 3. അടുത്ത aniline first react with acetyl chloride. അനിലിൻ NH2 ആണ് അസറ്റൈൽ ക്ലോറൈഡുമായിട്ട് നടത്തുന്ന റിയാക്ഷൻ. നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി നടത്തുന്ന റിയാക്ഷനുകളാണ്. എന്താ നടക്കുക എന്ന് ചോദിച്ചാൽ H പോകും എന്തിൻ്റെ കൂടെ? Clന്റെ കൂടെ. NCERTയിൽ പറയുന്നുണ്ട് ഈ പ്രൊട്ടക്ഷനെ പറ്റി. NHC ഡബിൾ ബോണ്ടോ CH3 അസറ്റാനിലൈറ്റ്. ഇനി ഈ കിട്ടിയ സാധനത്തിനെ A എന്ന് വിളിച്ചു. ഈ A react with the nitric acid bar sulfuric acid. Yes, this is nitrating mixture അല്ലേ? nitrating mixture യൂസ് ചെയ്താൽ NO2 പ്ലസ് എന്ന് പറയുന്ന എന്ത് വരും? ഇലക്ട്രോഫൈൽ വരും. ഈ ഇലക്ട്രോഫൈൽ വരുമ്പോൾ ഈ ലോൺ പെയർ ഇലക്ട്രോണിനെ കൊടുക്കുന്നുണ്ട്. NH2ന്റെ പ്രത്യേകത എല്ലാ ഭാഗത്തേക്കും ഇലക്ട്രോണിനെ കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് പാരയും ഓർത്തോയും മെറ്റയും കിട്ടുമെന്നും പാര ഡൊമിനൻ്റ് ആണെന്നും മെറ്റയും അത്യാവശ്യമുണ്ടെന്നും അത് എന്തുകൊണ്ടാണ് NH2 NH3 പ്ലസ് ആകുന്നത് കൊണ്ടാണെന്നും NCERT പറയുന്നുണ്ട്. വായിച്ചു നോക്കാം. ഇവിടെ NH2 ആയിട്ട് നിൽക്കാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇലക്ട്രോൺ റിച്ച്നെസ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഓർത്തോയിലും പാരയിലുമാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ. പക്ഷെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് സാധ്യത പാരാ പ്രൊഡക്റ്റ് ആണ്. ഹൈഡ്രോളിസിസ് കൂടി ചെയ്താൽ ഈ പാരാ പ്രൊഡക്റ്റില്ല ഈ ഭാഗം പോയി എന്ത് തന്നെ വരും? NH2 തന്നെ വരും. ഓൺ ഹൈഡ്രോളിസിസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് പാരാ നൈട്രോ അനിലീൻ. ദിസ് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഓർ മോണോ നൈട്രേറ്റഡ് അനിലീൻസ്. ദ ഓപ്ഷൻ വിൽ ബി പാരാ നൈട്രോ അനിലീൻ. ഓപ്ഷൻ 3 will be the correct answer. Moving on to next question, which of the following will result in the formation of phenol that we have been studied in പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾസ്? അതായത് അനിലീൻ എടുക്കുക, അനിലീനെ ഡയസോണൈസേഷൻ നടത്തുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഡയസോണൈസേഷൻ മിക്സ്ചർ ഉപയോഗിച്ചു NaNO2 പ്ലസ് HCl ടു പ്രൊഡ്യൂസ് നൈട്രസ് ആസിഡ് HNO2. ഇത് ട്രീറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് which is stable at 0 to 5 degrees Celsius. But here you are applying a temperature above 50 degrees Celsius. Then there will be water at the atmosphere. എന്താ ഉണ്ടാവുക? HCl പോകും, N2 ഗ്യാസ് പോകും, then it will produce phenol. ഓക്കെ, ഇത് സയനോബെൻസീൻ ആണ്. റിഡക്ഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് CH2NH2. ഇതിനെ NH2H പാസ് ചെയ്താൽ OH കയറുമെങ്കിലും ഇവിടെ കിട്ടുന്നത് ബെൻസൈൽ ആൽക്കഹോളാണ്, ഫിനോൾ അല്ല. ഇത് HBF4 വെച്ച് വാം ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൂറോബെൻസീനിലേക്കാണ് എത്തുക. വായിച്ചു നോക്കുക, ചെയ്ത് നോക്കാം. അപ്പോൾ ഉത്തരം 3. Moving on to next question. The aniline which does not liberate nitrogen on reaction with the nitrous acid. Nitrous ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറിയും സെക്കൻഡറിയും ഒക്കെ ഇതൊക്കെ പ്രൈമറി അമീനാണ്. ഇത് സെക്കൻഡറി ബ്യൂട്ടൈൽ അമീൻ എന്ന് പറയുമ്പോഴും പ്രൈമറി ആണ്. ടെർഷറി ബ്യൂട്ടൈൽ അമീനും പ്രൈമറി ആണ്. ട്രൈമീഥൈൽ അമീൻ എടുക്കുകയാണെങ്കിൽ ഇതാണ് ട്രൈമീഥൈൽ അമീൻ. ഈ ട്രൈമീഥൈൽ അമീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ HNO2 വെച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, നൈട്രസ് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ലോൺ പെയറിലുണ്ട് ഇത് H+ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് CH3 ട്രൈസ് NH+ NO2- എന്ന് പറയുന്ന ഒരു സൊല്യൂബിൾ സാൾട്ട് ഉണ്ടാക്കും. ക്ലിയർ? അടുത്തത് aniline in a set of following reaction yields a colored product. ഇത് ഡയസോണൈസേഷൻ ആണ്. ഇത് ഡയസോണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാവും. അടുത്ത ഫിനോളുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ യു നോ ദാറ്റ് ഈസ് കപ്ലിംഗ് റിയാക്ഷൻ അല്ലേ? അതെന്താണ് കപ്ലിംഗ് റിയാക്ഷനാണ്? നമുക്ക് നോക്കാം. ഇത് ബെൻസീൻ ഡയസോണിയം സാൾട്ട് Cl- ഈസ് ട്രീറ്റഡ് വിത്ത് ഫിനോൾ. എന്തുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്.
ഫിനോളിൻ്റെ ഓർത്തോ പാരാ ഡിസ്പോസിഷൻസ് ഇലക്ട്രോൺ റിച്ച് ആണ്. അവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഈ ഹൈഡ്രജനും സിഎലും കൂടി പോവും. ബാക്കി ഈ ഡയസോണിയം കാറ്റയോൺ എന്ന് പറഞ്ഞ ഇലക്ട്രോഫൈൽ അവിടെ കയറും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പാരാഹൈഡ്രോക്സി ആസോബെൻസീൻ ആണ്. പാരാഹൈഡ്രോക്സി ആസോബെൻസീൻ ഇതൊരു ഓറഞ്ച് കളറുള്ള ഡൈ ആണ്, കളറിങ് ഏജന്റ് ആണ്. പാരാഹൈഡ്രോക്സി ആസോബെൻസീൻ ഓറഞ്ച് കളർ. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരം ഉണ്ടോ നോക്കാം. യെസ്, ഓപ്ഷൻ 1. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി മീൻസിന്റെ ബേസിക് ക്യാരക്ടറിന്റെ ഓർഡർ? NCERT പറയുന്നുണ്ട് ബേസിക് ക്യാരക്ടറിനെ ഡിസൈഡ് ചെയ്യുന്നത് 3 ഫാക്ടറുകളാണ്. +I എഫക്റ്റ്, പിന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് അഥവാ സോൾവേഷൻ, സ്റ്റെറിക് ഹിൻഡ്രൻസ് ടുവേർഡ്സ് ഹൈഡ്രജൻ ബോണ്ടിങ്. +I മാത്രം നോക്കുവാണെങ്കിൽ ടെർഷറി ആണ് കൂടുതൽ, സോൾവേഷൻ മാത്രം നോക്കുവാണെങ്കിൽ പ്രൈമറി ആണ് കൂടുതൽ. ഇത് രണ്ടും ഒരുമിച്ച് നോക്കുമ്പോൾ ഇതിനേക്കാളൊക്കെ കൂടുതൽ സെക്കൻഡറി ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സെക്കൻഡറി ആയിരിക്കും. അതുകൊണ്ട് ഇതും അല്ല. ഇനി അടുത്ത കേസിൽ എന്താ വെച്ചാൽ, ഇനി നിങ്ങൾ ഓർക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതിൽ സോൾവേഷൻ എന്ന് പറയുന്ന സാധനം, അപ്പോൾ സെക്കൻഡറി ആണ് ഏറ്റവും കൂടുതൽ. ഇനി പ്രൈമറി ഉണ്ട്, ടെർഷറി ഉണ്ട്. ഇതിൽ ടെർഷറിക്ക് സ്റ്റെറിക് ഹിൻഡ്രൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയുള്ള സ്റ്റെബിലിറ്റി കൂടി വരും. അതുകൊണ്ട് സെക്കൻഡറി കഴിഞ്ഞാൽ പിന്നെ അധിക കേസിലും ടെർഷറി, പിന്നെ പ്രൈമറി. ഇതിനുള്ള ഒരേ ഒരു എക്സെപ്ഷൻ മീഥൈൽ അമീൻസിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും ഇതാണോട് ഞാൻ ഇങ്ങനെ ഓർത്തു വയ്ക്കും. 2, 3, 1. ഓക്കെ, ഓപ്ഷൻ 4. അടുത്ത, എ പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് കാർബൺ ഡൈസൾഫേറ്റ് ഇൻ പ്രസൻസ് ഓഫ് HgCl2 which gives isothiocyanate. The reaction is called the Hoffman mustard oil reaction. NCERT ഇല്ല. മസ്റ്റാർഡ് ഓയിലിന്റെ സ്മെല്ല് തരുന്ന റിയാക്ഷൻ ആണ് പ്രൈമറി അമീൻ്റെ ടെസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ബേസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ബേസിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം NH2യുടെ ബേസിറ്റി എന്ന് നോക്കുമ്പോൾ നമ്മൾ ഓർത്തോ എഫക്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഈ ഓർത്തോ എഫക്റ്റ് ഉണ്ട്. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഓർത്തോ എഫക്റ്റ് കാരണം ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനിലീൻസിന് ബേസിക് ക്യാരക്ടർ എന്തായിരിക്കും? കുറവായിരിക്കും. എന്തിനേക്കാൾ? നോർമൽ അനിലീനേക്കാൾ. അസിഡിക് ക്യാരക്ടർ കാർബോക്സിലിക് ആസിഡിന്റെ കേസിൽ കൂടി. പക്ഷെ ഇവിടെ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനിലീൻസിന് ബേസിക് ക്യാരക്ടർ ഏറ്റവും കുറവായിരിക്കും. എന്തിനേക്കാൾ? അനിലീനേക്കാൾ. അപ്പോൾ 1ഉം 2 എടുക്കുമ്പോൾ 2വിന് കുറവാണെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി OH ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ലോൺ പെയർ ഉള്ള ആളാണ്. ഇതിന് +R കാണിക്കാൻ പറ്റും, സ്ലൈറ്റ്ലി -I ആണ്. +R കാരണം ഇലക്ട്രോൺ റിച്ച്നെസ് ഇവിടെ കൂടും. അപ്പോൾ 4ന് ഏറ്റവും കൂടുതലായിരിക്കും വരാം. കാരണം ലോൺ പെയറിന്റെ ഇന്റൻസിറ്റി ഇവിടെ കൂടുമ്പോൾ, അഥവാ ലോൺ പെയറിന്റെ ഡെൻസിറ്റി കൂടുമ്പോൾ ബേസിക് ക്യാരക്ടർ കൂടും. അപ്പോൾ 4ന് ഏറ്റവും കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് ഇനി ഏതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഏറ്റവും വരേണ്ടത് 1 കഴിഞ്ഞിട്ടേ 2 പറയാൻ പറ്റൂ. കാരണം അവിടെ എന്തുണ്ട്? ഇവിടെ എന്തുണ്ട്? ഇവിടെ -I എഫക്റ്റ് ആണുള്ളത് പ്രിഡോമിനേറ്റ് ആയിട്ട്. അപ്പോൾ പിടിച്ചു വലിക്കുക, ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുക. അപ്പോൾ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1 ആണ്. പക്ഷെ ഇതിൽ അനിലീനിയം കാറ്റയോൺ ആയാൽ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് ഈ കേസിൽ ഇതൊരു എക്സെപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതിന് വരും? 4ന് വരും. കാരണം +R എഫക്റ്റ് ഉണ്ട്, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇതിന് സെക്കൻഡിനാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അനിലീനിയം കാറ്റയോൺ ആയാലും കുഴപ്പമില്ല, അവിടെ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ഇവിടെ ഓർത്തോ എഫക്റ്റിന്റെ ജസ്റ്റ് വയലേഷൻ ആണ്. എന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ ബോണ്ടിങ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുമ്പോൾ 2 കഴിഞ്ഞാൽ പിന്നെ ഇതിനായിരിക്കും? 1നായിരിക്കും. കാരണം ഇവൻ ഏറ്റവും കുറയാൻ കാരണം OH ഗ്രൂപ്പിന് മെറ്റാ പൊസിഷനിൽ വെച്ചിട്ട് എന്ത് വർക്കാവൂല? +R വർക്കാവൂല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? -I. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്താ ചെയ്യുക? കുറയുക ചെയ്യുക. അപ്പോൾ ഏറ്റവും കുറവ് 3ക്ക്. അങ്ങനെ ഓർഡർ ഉണ്ടോ? ഉണ്ട് അല്ലേ? ഓപ്ഷൻ ഏതാ? 4. അടുത്ത, ദ റിയാക്ഷൻ ഓഫ് ക്ലോറോഫോം ആൻഡ് ആൽക്കഹോളിക് KOH. ക്ലോറോഫോമും KOHും പറഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ റിയാക്ഷനിൽ ഇവിടെ വരുന്നത് കാർബൈൽ അമീൻ റിയാക്ഷൻ. ആൽഡിഹൈഡ് കീറ്റോണിൽ ഇതേ റിയാക്ഷൻ, ഇതേ റിയേജന്റ് ഉപയോഗിക്കുമ്പോൾ
റീമർ ടീമർ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ കാർബൈലമീൻ റിയാക്ഷൻ ആണ്, കാർബൈലമീൻ റിയാക്ഷൻ. ഈ കാർബൈലമീൻ റിയാക്ഷന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പാരാടൊളുവിഡിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ടൊളുവിഡിൻ എന്ന് പറയുമ്പോൾ പാരാപുഷനിൽ എന്താണ് NH2. ഈ NH2ന്റെ ഗ്രൂപ്പ് മാറി എന്താകുന്നതാണ്, NC വരുന്നതാണ്, ഐസോസൈനൈഡ് ഉണ്ടാകുന്നതാണ് റിയാക്ഷൻ. പ്രൈമറി അമീൻസ് മാത്രമേ ഇത് തരാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ നോക്കാം, ഉണ്ട്, ഓപ്ഷൻ 3. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്ട്രോങ്സ്റ്റ് ബേസ് അമംഗ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ്. ഈ കൂട്ടത്തിൽ ഏതാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ബേസ് എന്നാ ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒരു സംശയം വേണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞു സെക്കൻഡറി അമീൻസ് ആയിരിക്കും ഏറ്റവും സ്ട്രോങ് ബേസ് ഉണ്ടാവുക, പ്ലസ് ഐ എഫക്റ്റ് കൂടുതലാണ്. ഓക്കെ, അനിലിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, അരോമാറ്റിക് ആയ അമീൻസ് ലെസ് ബേസിക് ആണ് എന്തിനേക്കാൾ, അലിഫാറ്റിക്കിനേക്കാൾ. അലിഫാറ്റിക് അമീൻസ് ആർ മോർ ബേസിക് ദാൻ അരോമാറ്റിക് അമീൻ. കാരണം അരോമാറ്റിക്കിൽ റെസണൻസ് ഉള്ളത് കൊണ്ട് തന്നെ ലോൺ പെയർ എപ്പോഴും ഡീലോക്കലൈസേഷന് പോകും. ഓക്കെ, അടുത്തത് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് ഈസ് എ റിയാക്ഷൻ വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ പ്രൈമറി അമീൻസ്. പ്രൈമറി അമീൻസിന് ഉണ്ടാക്കാനുള്ള റിയാക്ഷൻ ആണ്. ഓർമ്മയിൽ വരുന്നുണ്ടാവും ഗബ്രിയൽ താലിമൈഡ്. ഇതാണ് CONH താലിമൈഡ്. ഈ താലിമൈഡിനെ എടുത്ത നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പോലുള്ള ആളുകളുമായിട്ട് ട്രീറ്റ് ചെയ്താൽ പൊട്ടാസ്യം താലിമൈഡ് ഉണ്ടാവും. പൊട്ടാസ്യം താലിമൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഇതിനെ ആൽക്കൈൽ ഹാലൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യും, RX. അപ്പോൾ കേക്സ് പോവും അല്ലെ, ആൽക്കൈൽ താലിമൈഡായി മാറും. അല്ലേ, അടുത്ത സ്റ്റെപ്പിൽ എന്താ ഉണ്ടാവുക, ഹൈഡ്രോളിസിസ് നടത്തും. ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് ഇവിടെ താലിക് ആസിഡ് ഉണ്ടാവും, കൂടെ RNH2 എന്ന് പറയുന്ന എന്തും ഉണ്ടാവും, പ്രൈമറി അമീൻ. ക്ലിയർ? അടുത്ത ഇൻ ദ ഫോളോയിങ് ഗിവൺ റിയാക്ഷൻ ബിലോ ദ കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിക് നാച്ചർ ഓഫ് ദ ഫോളോയിങ് പൊസിഷൻസ്. ഏത് പൊസിഷനിലാണ് അസിഡിക് നാച്ചർ ഏറ്റവും കൂടുതൽ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇത് COOH ആണ്, കാർബോക്സിലിക് ആസിഡ് ആണ്, ഹൈലി അസിഡിക് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സിന് അല്ലേ. ഇനി ഈ C∩BondOH ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്, അതുകൊണ്ട് ഇലക്ട്രോണിനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ EHനായിരിക്കും ഏറ്റവും കൂടുതൽ H+ കൊടുക്കാൻ ആഗ്രഹം. അപ്പോൾ പിന്നെ Yക്കായിരിക്കും, ഇത് ദൂരത്തല്ലേ. അപ്പോൾ X, Y, Z. അടുത്ത അലൈൽ ഐസോസൈനൈഡ് കണ്ടെയ്ൻസ്. അലൈൽ ഐസോസൈനൈഡ് എന്ന് പറയുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH, CH2 Cl അല്ലേ. ഇതിൽ എത്ര സിഗ്മ എത്ര പൈ എന്നൊക്കെ അല്ലേ ചോദിച്ചത്. നമുക്ക് നോക്കാം. ഇത് CH, H, ഇതൊരു H, ഒന്ന്, 2, 3, 4, 5, 6, 7, 8, 9 സിഗ്മ, 3 പൈ. ഓപ്ഷൻ 1. ഐസോസൈനൈഡാ പറഞ്ഞിരിക്കുന്നത്. ഐസോസൈനൈഡ് എന്ന് പറയുമ്പോൾ NC എന്ന് എഴുതണം കേട്ടോ. ഒന്ന് കോർഡിനേറ്റ് ആയിട്ട് കാണിക്കാം. ഇത് സിഗ്മ, ബാക്കിയുള്ള ബോണ്ടുകൾ പൈ ആയിട്ട് കൂട്ടാം. Which of the following is a biodegradable polymers? Aliphatic polyesters. പിന്നെന്താ ഉള്ളത്, അലിഫാറ്റിക് പോളിയസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ PHBV ഒക്കെ അതാണ്. പോളിഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ്, കോബീറ്റ, വാലറേറ്റ് ആണ് PHBV. ഇതൊക്കെ ബയോഡിഗ്രേഡബിൾ ആണ്, ക്യാപ്സ്യൂൾ കവറിങ്ങിൽ യൂസ് ചെയ്യാം. നൈലോൺ 2, നൈലോൺ 6 നമ്മൾ സ്റ്റിച്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്, 2 കാർബണുള്ള അമിനോ ആസിഡായ ഗ്ലൈസിനും അമിനോ കാപ്രോയിക് ആസിഡും യൂസ് ചെയ്തുണ്ടാക്കുന്ന പോളിമറാണ് നൈലോൺ 2, നൈലോൺ 6. ഇതെല്ലാം എന്താണ്, ബയോഡിഗ്രേഡബിൾ സിന്തറ്റിക് പോളിമേഴ്സ് ആണ്. ഓക്കെ, അടുത്തത് ആൻറ്റിഹിസ്റ്റമിൻസ് ആർ നോട്ട് ഹെൽപ്ഫുൾ ഇൻ.
ക്യൂറിങ് ഹിസ്റ്റമിൻസ് എന്ന് പറയുമ്പോൾ അലർജിക്ക് റെസ്പോൺസ് ആയിട്ടുണ്ടാവുന്നതാണ്. ഇൻ ക്യൂറിങ് നെയ്സൽ അലർജീസ് ശരിയാണ്. ഇൻ ട്രീറ്റിംഗ് റാഷസ് നമ്മളെ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ ആൻറ്റി ഹിസ്റ്റമിൻസ് യൂസ് ചെയ്യാറുണ്ട് പലപ്പോഴും. ഇൻ വാസോ ഡയലേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ബ്രിങ്ങിങ് ഡൗൺ ദ അക്യൂട്ട് ഫീവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിപൈററ്റിക് ആണ് യൂസ് ചെയ്യേണ്ടത്, ഇതല്ല. അപ്പോൾ യൂസ് ചെയ്യാത്തത് ഏതിനെന്ന് ചോദിച്ചുകൊണ്ട് ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത ദ ടേം ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്. ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ചില മെഡിസിൻസ്, ചില ആൻറ്റിബയോട്ടിക്സ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്കും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്കും എതിരെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് വിച്ച് കിൽസ് ഓർ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ബോത്ത് ദ വൈഡ് റേഞ്ച് ഓഫ് ഗ്രാം നെഗറ്റീവ് ആൻഡ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. 3. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് യൂസ്ഡ് ആസ് എ ഫുഡ് പ്രിസർവേറ്റീവ്. ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാത്തത് ഏത് എന്ന് ചോദിച്ചു. ബെൻസോയിക് ആസിഡിന്റെ സാൾട്ടിനെ യൂസ് ചെയ്യുന്നു, സോർബിക് ആസിഡിന്റെ സാൾട്ട്, പ്രൊപ്പനോയിക് ആസിഡ്. പാമിറ്റിക് ആസിഡിന്റെ സാൾട്ടിനെ യൂസ് ചെയ്യുന്നില്ല, അത് സോപ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നെയിം എ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ വിച്ച് ഈസ് ഡെറിവേറ്റീവ് ഓഫ് സുക്രോസ്. സുക്രോസിന്റെ ഡെറിവേറ്റീവ് ആയ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഏതാണെന്ന് ചോദിച്ചു. അത് സുക്രലോസ് ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ട്രൈപെപ്റ്റൈഡ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, NCERT ഉണ്ട് കേട്ടോ. നൊവോലാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേക്ക്ലൈറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലുണ്ടാവുന്ന 1 ഡയമെൻഷണൽ ലീനിയർ ആയ കണ്ടൻസേഷൻ പോളിമറാണ് ബേക്ക്ലൈറ്റ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കറിയാം, ഫിനോളും ഫോർമാൽഡിഹൈഡും ചേരുമ്പോഴാണ് ബേക്ക്ലൈറ്റ് ഉണ്ടാവുന്നത്. ഈ പോളിമറിനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് റിയാക്ഷനിൽ നിങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ചെയിൻ പോളിമറാ കിട്ടുന്നത്. നിങ്ങൾക്കറിയുമായിരിക്കും. ഇങ്ങനെ N നമ്പർ എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? CH2OH ഗ്രൂപ്പ് കൂടി ഇൻസേർട്ടഡ് ആകും അല്ലേ? ഓർത്തോ മീഥൈൽ ഹൈഡ്രോക്സി ഫിനോളും ഉണ്ടാവാം. ഇനി ഇവർ തമ്മിൽ പരസ്പരം ചേർന്ന് എന്തുണ്ടാവാം? പോളിമർ ഉണ്ടാവാം. ആ പോളിമർ ഇങ്ങനെ പോകും. ഓക്കെ, ഈ പോളിമറിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ലീനിയർ പോളിമറാണ്. ഈ ലീനിയർ പോളിമറിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? നോവോലാക്ക്. ലീനിയർ കണ്ടൻസേഷൻ പോളിമർ ഓഫ് ലീനിയർ ലിങ്ക്ഡ് കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് ഓഫ് ഫീനോൾ ആൻഡ് ഫോർമാൽഡിഹൈഡ്. ഓപ്ഷൻ 3 വിൽ ബി ദ കറക്റ്റ് ആൻസർ. അടുത്തത് അക്രിലാൻ അഥവാ പാൻ അഥവാ ഓർലോൺ എന്ന് പറയുമ്പോൾ തന്നെ ബ്ലാങ്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. അത് പോളി അക്രിലോ നൈട്രൈൽ ആണ്. പോളി അക്രിലോ നൈട്രൈൽ ഉണ്ടാക്കുന്നത് അക്രിലോ നൈട്രേറ്റ് എന്ന് വിളിക്കുന്ന CH2CHCN ഇനി എടുത്ത് നമ്മൾ അഡീഷൻ പോളിമറൈസേഷൻ നടത്ത പെറോക്സൈഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ. അപ്പോൾ CH2CHCN N ടൈംസ് ഉണ്ടാവും. ഇതാണ് പാൻ. അതാണ് ഓപ്ഷൻ 2. ഓക്കെ, ഇത് PVC ആണ്, പോളിവിനൈൽ ക്ലോറൈഡ്. അടുത്ത ഡെറ്റോൾ എന്താണെന്ന് ചോദിച്ചാൽ ക്ലോറോസൈലിനോളും ടെർപ്പിനോളും ചേർത്തുണ്ടാക്കിയ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടോ ആൻറ്റിസെപ്റ്റിക് ആയിട്ടോ പറയാം. ആൻറ്റിസെപ്റ്റിക് ആണ് NCERT കൊടുത്തിരിക്കുന്നത്. എലാസ്റ്റോമസ് വലിച്ചു നീട്ടാവുന്ന പോളിമേഴ്സായ എലാസ്റ്റോമസ് റബ്ബർ ലൈക്ഡ് ആൾക്കാരാണ്. അപ്പോൾ ഓപ്ഷൻ എക്ക് പറ്റിയ മാച്ച് യെസ് ആണ്. ഫൈബർ തുണിത്തരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോളിയമൈഡ്സും പോളിയസ്റ്റേഴ്സുമാണ് ഫൈബേഴ്സിൽ വരിക. അപ്പോൾ അതിന് പറ്റിയ ഓപ്ഷൻ ഏതാണ്? 6 ആണ്. നൈലോൺ 6നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പെർലോൺ അല്ലേ? തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചൂട് കൊടുത്താൽ ഒരുക്കും, ചൂട് പോയി കഴിഞ്ഞാൽ ഹാർഡാവും. നമ്മൾ PVC പൈപ്പുകളൊക്കെ വീട്ടിൽ ചെയ്യാറുണ്ട്. അങ്ങനെ തെർമോസെറ്റിംഗ്, ചൂട് കൊടുത്താൽ സെറ്റായി പോകുന്ന ആളുകൾ, അത് ആദ്യത്തെ മനുഷ്യനിർമ്മിതമായ പോളിമറായ ബേക്ക്ലൈറ്റ് ആണ്. അപ്പോൾ എക്ക് പറ്റിയ മാച്ച് യെസ് ആണ്. B 6 ആണ്. C Q ആണ്. D P ആണ്. ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അടുത്ത ബാർബിറ്റുറിക് ആസിഡ് ഈസ് യൂസ്ഡ് ആസ് ട്രാൻക്യുലൈസർ ആണ് അല്ലെ? ന്യൂറോളജിക്കലി ആക്റ്റീവായ ഡ്രഗ് ആണ്. ബാർബിറ്റുറിക് ആസിഡിന്റെ ഡെറിവേറ്റീവ്സിനെ ബാർബിറ്റുറേറ്റ്സ് എന്ന് വിളിക്കും. സെക്കനാൽ, വെറനാൽ, അമിറ്റാൽ, നെംബ്യൂട്ടാൽ, അങ്ങനെ ലുമിനാൾ, അങ്ങനെയുള്ള കുറേ ആളുകളുടെ പേര് NCERT പറയുന്നുണ്ട്, പഠിക്കണം. ഓക്കെ, ഓപ്ഷൻ 4. ആസ്പിരിൻ ഈസ് കെമിക്കലി. ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്പിരിൻ എന്ന് പറയുന്നത് കെമിക്കലി അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ്. ആസ്പിരിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ C+OH, ഇവിടെ C+OCH3. ദിസ് ഈസ് അസറ്റൈൽ സാലിസിലിക് ആസിഡ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ്. ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത പോളിമർ 1,3-butadiene ആൻഡ് അക്രിലോനൈട്രൈൽ, ദാറ്റ് ഈസ് ബ്യൂണ EN.
ബ്യൂട്ടാനൈറ്റിൻ്റെ ബ്യൂ, അക്രിലോനൈട്രലിൻ്റെ എൻ, സോഡിയം കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ബ്യൂണ എൻ. ഇത് നിങ്ങൾക്കറിയാം പെട്രോൾ അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ പാസ് ചെയ്യുന്ന ട്യൂബിൻ്റെ സീലിംഗ് അല്ലെങ്കിൽ കവറിങ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇവർ പെട്രോൾ, ഡീസൽ, കെമിക്കൽസിനോടൊക്കെ ഇനേർട്ടാണ്. ഓർലോൺ എന്ന് പറഞ്ഞാൽ പുതിയ റബ്ബർ എന്ന അർത്ഥത്തിൽ വരുന്ന പോളിക്ലോറോപ്രീനാണ്. ഓർലോൺ നമ്മൾ കണ്ട എക്രിലാണ്. ബ്യൂണ എസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടാ-1,3-ഡയീൻ തന്നെയാണെങ്കിലും സ്റ്റൈറീൻ ആണ് കൂടെ വരുന്നത്. ഓക്കെ, ബ്യൂണ എസ് ബബിൾഗത്തിലൊക്കെ കാണുന്ന റബ്ബർ. ഇനി അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ അഡീഷൻ പോളിമർ? ഈ കൂട്ടത്തിൽ അഡീഷൻ പോളിമർ ഏതാന്ന് ചോദിച്ചാൽ നൈലോൺ 6,6 കണ്ടൻസേഷൻ ആണ്. എങ്ങനെയെന്ന് വെച്ചാൽ അഡിപ്പിക് ആസിഡും പിന്നെ വരുന്നത് ഹെക്സാ മെത്തിലീൻ ഡയമൈൻ, ഈ രണ്ടാളുകളും ചേർത്ത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടത്താം. പോളിയെസ്റ്റർ എന്ന് പറഞ്ഞാൽ എസ്റ്റർ ലിങ്കേജ് ഉണ്ടാവണം. എസ്റ്റർ ലിങ്കേജ് ഉണ്ടാവണമെങ്കിൽ വാട്ടർ പോലുള്ള ആളുകൾ പോകണം. PVC എന്ന് പറഞ്ഞാൽ അഡീഷൻ പോളിമറാണ്. ഗ്ലിപ്റ്റാൾ എന്ന് പറഞ്ഞാൽ ആൽക്കൈഡ് റെസിനാണ്. താലിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡയമൈനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതും കണ്ടൻസേഷൻ ആണ്. അഡീഷൻ ആയിട്ട് വരുന്നത് PVC മാത്രം. ഈ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഫോർ ദ പോളിമറൈസേഷൻ ഓഫ് ഒലിഫീൻസ്, OLEFINS ആണ് ഒലിഫീൻസ്. ഒലിഫീൻസിന്റെ പോളിമറൈസേഷൻ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് സിഗ്ലർനാട്ട കാറ്റലിസ്റ്റ് ആണ്. ട്രൈഈഥൈൽ അലുമിനിയം C2H5 ത്രൈസ് അലുമിനിയം, ട്രൈഈഥൈൽ അലുമിനിയം പ്ലസ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ആർ ബെറ്റർ ആൾട്ടർനേറ്റീവ്സ് ഇൻ ആൻറ്റാസിഡ്സ് ബിക്കോസ് they do not increase the pH above neutrality. കാരണം അവർ pH സാൾട്ട് ഫോം ചെയ്താലും എന്തേ ഉണ്ടാക്കുള്ളൂ, pH ന്യൂട്രൽ ആക്കി മാറ്റുകയുള്ളൂ സാൾട്ടുകൾ ഉണ്ടാക്കിയാലും. അതുകൊണ്ട് തന്നെ മെറ്റൽ ഹൈഡ്രോക്സൈഡുകൾ എന്താണ് ഏറ്റവും നല്ല അൾട്ടർനേറ്റീവ്സ് ആണ്. അൻറ്റാസിഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അസിഡിറ്റി നിയന്ത്രിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. വയറിലെ ആസിഡ് ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അൻറ്റാസിഡ് യൂസ് ചെയ്യാം. അപ്പോൾ അവരെന്ത് ഉണ്ടാക്കും, സാൾട്ട് ഉണ്ടാക്കും. pH 7 തന്നെ മാക്സിമം സാൾട്ട് ഉണ്ടായാലും ഉണ്ടാവുള്ളൂ. ഫ്യൂ പോളിമേഴ്സ് ആർ മാച്ച്ഡ് വിത്ത് ദെയർ യൂസസ്. പോളിയെസ്റ്റേഴ്സ് ഇതിൽ റോങ് ആയിട്ടുള്ള യൂസാണ് ചോദിച്ചിരിക്കുന്നത്. പോളിയെസ്റ്റേഴ്സ് ഫാബ്രിക്സ്, ടയർകോഡ്, സേഫ്റ്റി ബെൽറ്റ്സ്, നൈലോൺ 6 റോപ്സ്, ടയർ കോഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ. ടെഫ്ലോണിൻ്റെ മെയിൻ യൂസാണ് നോൺ സ്റ്റിക്ക് യൂട്ടൻസിൽസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓയിൽ സീൽസും ഗാസ്കറ്റും ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ബേക്ക്ലേറ്റ് പാക്കിംഗ് ഇൻഡസ്ട്രിയിലല്ല മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ സ്വിച്ച് ബോർഡുകൾ, പിന്നെ കോംബ്, ഫോണോഗ്രാഫിക് റെക്കോർഡ്സ്, അതിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ 3. അടുത്തത്, ഇത് ബ്യൂട്ടാ-2-മീഥൈൽ ബ്യൂട്ടാ-1,3-ഡയീൻ ആണ്. നാച്ചുറൽ റബ്ബറാണ്. നാച്ചുറൽ റബ്ബറിന് 4 അഡീഷനും ട്രാൻസ് അഡീഷനും ഉണ്ട്. സിസ് ആവുമ്പോഴും ട്രാൻസ് ആകുമ്പോഴും കാര്യങ്ങൾ മാറും. നിങ്ങൾ ഓർത്തു വയ്ക്കാം. അപ്പോൾ ആദ്യം 6 അഡീഷൻ പറഞ്ഞു തരാം. C∪C, ഇവിടെ H, ഇവിടെയും C∪C, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ CH3, ഇവിടെ CH2, ഇതിങ്ങനെ പോകും. ഇത് CH2. ഇനി അടുത്തത് C∪C, ഇവിടെ H, ഇവിടെ CH3, ഇവിടെ CH2, ഇതിങ്ങനെ പോകും. ഈ അഡീഷൻ്റെ പ്രത്യേകത 1,4 അഡീഷൻ തന്നെയാണ് നടന്നത്. പക്ഷേ ഈ ഉണ്ടായതിൽ CH2 ഗ്രൂപ്പ് വരുന്ന സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ, സെയിം സൈഡിലല്ലേ? ഇത് സിസ് അല്ലേ? നമ്മുടെ നാച്ചുറൽ കാണുന്ന റബ്ബറൊക്കെ സിസ് പോളിമറാ, നാച്ചുറൽ റബ്ബർ. പക്ഷെ നമ്മൾ ലാബിൽ ഉണ്ടാക്കുമ്പോൾ സിന്തറ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ട്രാൻസ് പ്രൊഡക്റ്റാണ്. CH2 ഇവിടെയാണെങ്കിൽ അടുത്ത CH2 ഓപ്പോസിറ്റ് സൈഡിലാണ് കാണാം. നോക്കാം, C∪C, ഇത് CH2, ഇത് CH2, ഇവിടെ CH3, ഇവിടെ H. അപ്പോൾ അടുത്തത് C∪C, ഇവിടെ CH2, ഇവിടെ H, ഇവിടെ CH3. ഇത് നീണ്ടിങ്ങനെ പോകും. നോക്ക്, ഇതിൻ്റെ പ്രത്യേകത നോക്ക്. CH2 ഗ്രൂപ്പ് കിടക്കുന്നത് ഏത് സൈഡിലാണ്? ഓപ്പോസിറ്റ് സൈഡിലല്ലേ? ഇവിടെ CH2 ഓപ്പോസിറ്റ് സൈഡ് ആവണേ. സോറി,
CH2 ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡിലാവണം. CH3 ഇത് H തന്നെ, ഇത് H തന്നെ, ഇത് CH2 അല്ലേ. നോക്കുക, ഇത് CH2 ഓപ്പോസിറ്റ് അല്ലേ. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോൾ ട്രാൻസ് പോളിമർ ആവും. ട്രാൻസ് പോളി ഐസോപ്രീനെ വിളിക്കുന്ന പേരാണ് ഗുട്ടാ പെർച്ച. അപ്പോൾ ഓപ്ഷൻ 1. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആൻറ്റിബയോട്ടിക്? ഈ കൂട്ടത്തിൽ ആൻറ്റിബയോട്ടിക് അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓക്സിറ്റോസിൻ ഉണ്ട്, ഓക്സിറ്റോസിൻ ഹോർമോണാണെന്നറിയാം. ടെട്രാസൈക്ലിൻ, ഒഫ്ലോക്സാസിൻ, ക്ലോറാംഫെനിക്കോൾ എല്ലാം ആൻറ്റിബയോട്ടിക് ആണ്. അല്ലാത്തത് ഓപ്ഷൻ 1. അടുത്തത്, വിച്ച് ഈസ് നോട്ട് ട്രൂ ഫോർ ഡിറ്റർജൻറ്റ് മോളിക്യൂൾ? ഡിറ്റർജൻറ്റ് മോളിക്യൂളിന് ശരിയല്ലാത്തത് ഏത്? അതിന് നോൺ പോളാർ ഓർഗാനിക് പാർട്ട് ഉണ്ട്, ഒരു പോളാർ ഗ്രൂപ്പും ഉണ്ട്. പിന്നെ ഇറ്റ് ഈസ് നോട്ട് ഈസിലി ബയോഡിഗ്രേഡഡ്. ഇറ്റ് ഹാസ് എ നോൺ പോളാർ ഓർഗാനിക് പാർട്ട് ആൻഡ് പോളാർ പാർട്ട് ശരിയാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസിലി ബയോഡിഗ്രേഡബിൾ ആണ്. ഇറ്റ് ഈസ് സർഫസ് ആക്റ്റീവ് മോളിക്യൂൾ. സോഡിയം സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്സ് സോപ്പുകളാണ്. ഡിറ്റർജൻസ് അത് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. സീറ്റൽ ട്രൈമീതൽ ബ്രോമൈഡ്, കാറ്റയോണിക്കും ആനയോണിക്കും, സോഡിയം ലൗറൈൽ സൾഫേറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ കാറ്റയോണിക്കും ആനയോണിക്കും ഉണ്ട്. സോഡിയം സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് സോപ്പാണ്. അപ്പോൾ തെറ്റായത് ഓപ്ഷൻ 3 ആണ്. അടുത്ത, ഇൻ ദ മാനുഫാക്ചർ ഓഫ് ടയർ റബ്ബർ ഡ്യൂറിങ് വൾക്കണൈസേഷൻ്റെ സമയത്ത് ടയർ റബ്ബറിൽ യൂസ് ചെയ്യുന്ന സൾഫറിൻ്റെ കണ്ടന്റ് NCERT പറയുന്നുണ്ട്. അത് 5% സൾഫറാണ്. 20 to 25% ആണെങ്കിൽ അതിനെ എബണൈറ്റ് എന്ന് വിളിക്കാറുണ്ട്. 30% സൾഫർ നമ്മൾ ബാറ്ററി കേസുകളിലാണ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ് ക്യാൻ ബി സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി? ബോഡിയിൽ ഉണ്ടാക്കുന്ന അമിനോ ആസിഡുകളുണ്ട്, നമുക്ക് ഭക്ഷണത്തിലൂടെ മാത്രം കിട്ടുന്നുണ്ട്. ഭക്ഷണത്തിലൂടെ കിട്ടുന്നതിനെ എസെൻഷ്യൽ എന്നും ബോഡിയിൽ തന്നെ ഉണ്ടാക്കുന്നതിനെ നോൺ എസെൻഷ്യൽ എന്നും വിളിക്കാറുണ്ട്. അലനിൻ എന്ന് പറയുന്നത് ബോഡി തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് അതിനെ നിങ്ങൾക്ക് എന്ന് വിളിക്കാം? നോൺ എസെൻഷ്യൽ 1. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു CUETയുടെ പ്രോഗ്രാമിനുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതിയ മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവർക്കും എക്സാം എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തിയറി പാർട്ട് നന്നായി പഠിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.